الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് കുറച്ചു നേരം അള്ളാഹുവിൻ്റെ ദീൻ ചർച്ച ചെയ്യാൻ, പഠിക്കാൻ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് നമ്മൾ. സലഫുകൾ പറയാറുണ്ട്, നജ്ലിസ് ബിനാ മിൻ സാഅതൻ, നമുക്ക് ഒരുമിച്ച് ഇരുന്ന് കുറച്ചു നേരം ഈമാൻ കൊള്ളാം എന്ന് പറയാറുണ്ട്. എന്നതുപോലെ കുറച്ചു നേരം അള്ളാഹുവിൻ്റെ മസ്ജിദിൽ അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ചൊക്കെയുള്ള സംസാരമാണ്. അതിലൂടെ ഈമാൻ വർദ്ധിക്കുകയും അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കുകയും ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കറിയാം, റമദാൻ മാസം അല്ലാഹു തആല അതിൽ നിർബന്ധമാക്കിയിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ ഇബാദത്താണ് നോമ്പ് എന്നുള്ളത്. നോമ്പ് എന്തിനാണ് നിർബന്ധമാക്കിയത് എന്ന കാര്യം അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് നോമ്പുമായി ബന്ധപ്പെട്ട സംസാരങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും, അല്ലെ? യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. തഖ്വ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്. തഖ്വയാണ് നോമ്പിന്റെ ഹിക്മ, നോമ്പിന്റെ ലക്ഷ്യം അതാണ്. നോമ്പിലൂടെ മുത്തഖിയാകണം എന്നുള്ളതാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ പല രൂപത്തിലും മഹാന്മാരായ പണ്ഡിതന്മാർ സലഫുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിനെ ചുരുക്കി പറയുകയാണെങ്കിൽ എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക, അള്ളാഹും റസൂലും കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക, അള്ളാഹും റസൂലും വിരോധിച്ച കാര്യങ്ങൾ ഉപേക്ഷിക്കുക. ഇതാണെന്ത്? തഖ്വ. ഇത്തിഖാദു വിഖായത്തിൻ മിൻ അദാബില്ലാഹ്, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മളൊരു സംരക്ഷണത്തെ സ്വീകരിക്കലാണ്. എങ്ങനെയാണ് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നമുക്ക് രക്ഷ കിട്ടുക? രണ്ട് കാര്യങ്ങളാണ്. ഇംതിസാലി അവാമിരിഹി, അള്ളാഹ് കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയിട്ടും, വജ്തിനാബി നവാഹി, അള്ളാഹ് വിരോധിച്ച കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ടും. ഈ രണ്ട് കാര്യങ്ങളിലൂടെയാണ് നമ്മൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അതാണ് തഖ്വ. അതിനാണ് നമ്മൾ നോമ്പെടുക്കുന്നത്. നോമ്പ് അള്ളാഹു നിർബന്ധമാക്കിയത് അതിനാണെന്ന് പറഞ്ഞു. ഇതിനുശേഷം അള്ളാഹു തആല പറഞ്ഞു അയ്യാമൻ മഅദൂദാത്ത്, ഇത് കുറച്ച് എണ്ണപ്പെട്ട ദിവസങ്ങളിലാണ് നോമ്പുള്ളൂ. എണ്ണപ്പെട്ട ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ അധികമല്ല എന്നർത്ഥം. ഇപ്പൊ നോമ്പ് എത്രയായി? 4ാമത്തെ നോമ്പല്ലേ? എത്ര പെട്ടെന്നാണ് 4 ഇത് പെട്ടെന്ന് തീർന്നു പോകും, കുറച്ചേ ഉള്ളൂ. ചില സലഫുകൾ പറഞ്ഞത് കാണാം, മൻ സമിഅ ഖൗല അല്ലാഹ് അയ്യാമൻ മഅദൂദാത്ത്. അയ്യാമുൻ മഅദൂദാത്ത്, അയ്യാമൻ മഅദൂദാത്ത് എന്ന് പറയുന്ന ഈ ആയത്ത് ആരെങ്കിലും കേട്ടാൽ നദിമ അലാ മാ ഫാത്ത്, അവന് നഷ്ടപ്പെട്ട ദിവസങ്ങളെ ഓർത്ത് അവൻ സങ്കടപ്പെടും. വശ്തദ്ദൽ അസ്മു അലാ മാ ബഖി, ശേഷമുള്ള ദിവസത്തിൽ നന്നായിട്ട് പരിശ്രമിക്കാനുള്ള തീരുമാനമുണ്ടാകും. കുറച്ച് ദിവസങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. ഈ ദിവസത്തിൽ നമുക്ക് പരമാവധി ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ നമ്മൾ പരിശോധിക്കുക. ഇവിടെ കുറച്ചേ ഉള്ളൂ. വന്നത് റമദാൻ, അതിന്റെ മാസപ്പിറവി കണ്ട് നമ്മൾ, അല്ലേ? 4 ദിവസം എത്ര പെട്ടെന്നാണ് കഴിഞ്ഞത്. ആദ്യത്തെ 10 പെട്ടെന്ന് അവസാനം, എല്ലാം പെട്ടെന്ന് തീരും. പക്ഷെ ഈ റമദാനിലൂടെ നേടിയെടുക്കേണ്ട തഖ്വ ഇതിനിടയിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ, സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. നോമ്പ് എന്ന് പറയുമ്പോൾ, യഥാർത്ഥ നോമ്പ്, ശരിയായ നോമ്പ് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, അസ്സായിം, നോമ്പുകാരൻ അഥവാ യഥാർത്ഥ നോമ്പ്. നോമ്പ് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, നോമ്പ് 2 തരത്തിലുണ്ട്. ഒന്ന് ശൈഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അദ്ദേഹം പറഞ്ഞത് കാണാം, നോമ്പ് 2 തരത്തിലുണ്ട്. ഒന്ന് റമദാനിലെ നോമ്പ്. റമദാനിലെ നോമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫജ്ർ മുതൽ മഗ്രിബ് വരെ ഭക്ഷണം കഴിക്കാതെ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന നോമ്പ്. അത് റമദാൻ മാസത്തിൽ മാത്രമുള്ള നോമ്പാണ്. എന്നാൽ വർഷം മൊത്തമുള്ള നോമ്പുണ്ട്. അതാണെന്ത്?
തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന നോമ്പ്. ശരിക്കും ഈ റമദാനിലെ നോമ്പ് അതുകൊണ്ട് ലക്ഷ്യമാക്കുന്ന ഇതാണ്. മറ്റു മാസങ്ങളിൽ കൂടി തിന്മകളിൽ നിന്ന് നമുക്ക് വിട്ടുനിൽക്കാൻ സാധിക്കണം ഈ നോമ്പിലൂടെ. ഈ നോമ്പ് ലക്ഷ്യമാക്കിയിട്ടുള്ളത്, അതിന്റെ ലക്ഷ്യം അതാണ്. അതാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നോക്ക്, വസ്സായിമു, നോമ്പുകാരൻ അഥവാ യഥാർത്ഥ നോമ്പുകാരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അദ്ദേഹം പറയണം, ഹുവല്ലദീ സാമത് ജവാരിഹുഹു അനിൽ ആസാം. ആ നോമ്പുകാരൻ എന്ന് പറഞ്ഞാൽ അവന്റെ അവയവങ്ങൾ തിന്മയിൽ നിന്ന് നോമ്പെടുത്തിട്ടുണ്ടാകും, തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ടാകും. നോമ്പെടുത്തിട്ട് അവന് തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കും. നോമ്പുകാരൻ, യഥാർത്ഥ നോമ്പുകാരൻ അങ്ങനെയാണ്. അവന്റെ അവയവങ്ങൾ ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കും. അവന്റെ അവയവങ്ങൾ ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കും. വലിസാനുഹു അനിൽ കദിബി വൽ ഫുഹ്ശി വഖൗലി സ്സൂർ. ഓരോ അവയവങ്ങൾ പറയാണ്. ഒന്ന് അവന്റെ നാവാണ്. ആ നാവ് കളവിൽ നിന്നും, വൃത്തികെട്ട സംസാരത്തിൽ നിന്നും, കള്ളത്തരങ്ങളിൽ നിന്നും, വ്യാജ വർത്തമാനങ്ങളിൽ നിന്നൊക്കെ അവന്റെ നാവിന് നോമ്പുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് യഥാർത്ഥ നോമ്പുകാരന്റെ നാവ് അത് അള്ളാഹ് വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതായിരിക്കും. നോമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണത്, നാവിന്റെ കാര്യം ശ്രദ്ധിക്കുക എന്നുള്ളത്. നാവ് സൂക്ഷിക്കുക എന്നുള്ളത് നോമ്പിൽ അതിപ്രധാനമായ കാര്യമാണ്. അതുകൊണ്ട് സലഫുകൾ ആ വിഷയത്തിൽ നാവിനെ സൂക്ഷിക്കുന്ന കാര്യം വളരെയധികം സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് അബുൽ ആലിയ റഹിമഹുല്ലാഹ്, മഹാനായ താബിഈൻ, അദ്ദേഹം പറഞ്ഞു, അസ്സായിമു ഫീ ഇബാദത്തിൻ മാ ലം യഗ്തബ്. ഒരു നോമ്പുകാരന് ഇബാദത്തിലായി തന്നെ തുടരും അവൻ ഗീബത്ത് പറയാത്തിടത്തോളം കാലം. അവന് ഗീബത്ത് പറയുന്നില്ലെങ്കിൽ ആ നോമ്പുകാരൻ ഒരു ഇബാദത്തിലാണ്. വഇൻ കാന നായിമൻ അലാ ഫിറാശി, അവന്റെ വിരിപ്പിൽ ഉറങ്ങുന്നവനാണെങ്കിൽ അവൻ ഇബാദത്തിലാണ്, അവൻ ഗീബത്ത് പറയുന്നില്ല എങ്കിൽ. മുജാഹിദ് ഇബ്നു ജബർ റഹിമഹുല്ലാഹ് പറഞ്ഞു, മഹാനായ താബിഈ, അദ്ദേഹം പറഞ്ഞു, മൻ അഹബ്ബ അൻ യസ്ലമ ലഹു സൗമു, ഒരാൾ അയാളുടെ നോമ്പ് സുരക്ഷിതമാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫൽയജ്തനിബിൽ ഗീബത വൽ കദിബ്, അവൻ ഗീബത്തും കളവും ഉപേക്ഷിക്കട്ടെ. ഗീബത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ദിക്റുക അഖാക് ബിമാ യക്റഹ്, ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് അയാളുടെ അസാന്നിധ്യത്തിൽ അയാളിൽ ഉള്ളത് പറയലാണ്. അത് വൻ പാപമാണ്. അതിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നൊരു പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. തന്റെ സഹോദരന് ഇഷ്ടമില്ലാത്ത കാര്യം അവനിലുള്ളതായിരിക്കും, അത് പറയുക എന്നുള്ളത് വൻ പാപമാണ്. അപ്പൊ ഒരാൾ അയാളുടെ നോമ്പ് സുരക്ഷിതമാകണമെന്ന് ആഗ്രഹിക്കുന്നതിന് നുണ പറയാൻ പാടില്ല, അതേപോലെ തന്നെ ഗീബത്തും പറയാൻ പാടില്ല എന്നാണ് മുജാഹിദ് ബിൻ ജബർ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കി, ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ എന്താണ്? നോമ്പുകാരൻ അവന്റെ നാവിനെ സൂക്ഷിക്കണം എന്നുള്ള കാര്യമാണ്. എത്രത്തോളം ഈ പ്രത്യേകിച്ച് ഗീബത്ത്, നോമ്പുകാരനായിരിക്കും, കുറച്ച് ദീനുള്ള ആളുകൾക്ക് നമ്മൾ കളവൊന്നും പറയില്ല, കളവ് പറയാൻ പാടില്ല. അതേപോലെ തന്നെ മറ്റു ഏഷണി, അതേപോലെ തന്നെ നാവ് കൊണ്ടുണ്ടാകുന്ന പല തിന്മകളും നമ്മൾ ഉപേക്ഷിക്കും. പക്ഷെ തോന്നിവാസം പറയാ, അല്ലെങ്കിൽ ചീത്ത പറയാ, ഇതൊന്നും ചെയ്യാത്ത ആളുകൾ ചെയ്യുന്ന നാവ് കൊണ്ടുള്ള തെറ്റാണെന്ത്? ഗീബത്ത്. ചിലപ്പോൾ നമ്മളൊരാളെ തെറി വിളിക്കുന്നുണ്ടാവില്ല, നമ്മളൊരാളെ കുറിച്ച് കളവ് പറയുന്നുണ്ടാവില്ല, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. പക്ഷെ നമ്മളിൽ സംഭവിക്കാൻ സാധ്യതയുള്ള, ശൈഖുൽ ഇസ്ലാം തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, നിസ്കാരവും മറ്റു ഇസ്ലാമിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന, മറ്റു ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളുകളിൽ സംഭവിക്കാൻ സാധ്യതയുള്ള തിന്മയാണ് എന്ത്? ഗീബത്ത്. ആ ഗീബത്ത് നമ്മൾ ഉപേക്ഷിച്ചാൽ നമ്മുടെ നോമ്പ് സുരക്ഷിതമാകും. കളവ് പറയുന്നത് ഉപേക്ഷിച്ചാൽ നോമ്പ് സുരക്ഷിതമാകും. ഗീബത്തിനെ കുറിച്ച് എത്രത്തോളം പണ്ഡിതന്മാർ, കൂടുതൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ചില പണ്ഡിതന്മാർ, ഇമാം ഔസാഇ റഹിമഹുല്ലാഹ്, അദ്ദേഹമൊക്കെ പറഞ്ഞത് കാണാം, യബ്തുലു الصوم بالغيبة ويجب قضاؤه. ഗീബത്ത് പറഞ്ഞാൽ ഒരിക്കലും നോമ്പ് അത് ബാത്തിലാണ്, അവൻ ആ നോമ്പ് നോറ്റുകൂട്ടൽ നിർബന്ധമാണ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഈ അഭിപ്രായം ശരിയായ അഭിപ്രായമല്ല, അത് മർജൂഹായ അഭിപ്രായമാണ്. അഥവാ ഭൂരിഭാഗം ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് അതല്ല. ഒരാൾ ഗീബത്ത് പറഞ്ഞാൽ നോമ്പ് മുറിയൊന്നുമില്ല, അയാൾ നോറ്റ് വീട്ടേണ്ട ആവശ്യമില്ല.
പക്ഷെ നമ്മളിത് പറയുന്നത് എന്തിനാണ്? ഇത് പറയുന്നത് അത്രയും ഗൗരവത്തിൽ അത് കണ്ട പണ്ഡിതന്മാരുണ്ട്. നോമ്പ് മുറിയുമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അത്രയും ഗൗരവത്തിലാണ് അതിനെ കണ്ടിട്ടുള്ളത്. അപ്പോ നോമ്പ് മുറിയില്ല എങ്കിലും നമ്മൾ സൂക്ഷിക്കണം. തർക്കമില്ലാത്ത കാര്യമാണെന്ത്, ഒരാൾ ഗീബത്ത് പറഞ്ഞാൽ അയാളുടെ നോമ്പിന്റെ പുണ്യം അതിനെ ബാധിക്കുന്നതിൽ തർക്കമില്ല. അതിനെ ബാധിക്കുമെന്നതിൽ തർക്കമില്ല. അതുകൊണ്ടാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്, നോമ്പ് എന്ന് പറഞ്ഞാൽ ലൈസ സിയാമു മിനശ്ശറാബി വത്തആമി വഹ്ദഹു. നോമ്പ് എന്ന് പറഞ്ഞാൽ വെറും ഭക്ഷണം ഒഴിവാക്കുക, വെള്ളം ഒഴിവാക്കുക എന്നുള്ളതല്ല. വലാകിന്നഹു മിനൽ കദിബി വൽ ബാതിലി വൽ ലഗ്വ്. അനാവശ്യമായ കാര്യങ്ങൾ, ബാത്തിലായ കാര്യങ്ങൾ, കളവ്, ഇതിൽ നിന്നൊക്കെ നോമ്പുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, നോമ്പുകാരൻ അവന്റെ നാവിനെ സൂക്ഷിക്കും. യഥാർത്ഥ നോമ്പുകാരൻ, ശരിക്കും നോമ്പെടുത്തയാൾ, അയാളുടെ നാവിന് നോമ്പുണ്ടാകും. നമുക്കറിയാം ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വളരെ സുപരിചിതമായ വാചകം, ഇദാ സുംത ഫൽയസും സമഉക വബസറുക വലിസാനുക അനിൽ കദിബ്. നീ നോമ്പെടുത്തതിന്റെ നാവിന് നോമ്പുണ്ടാക്കണം, കണ്ണിന് നോമ്പുണ്ടാക്കണം, കാതിന് നോമ്പുണ്ടാക്കണം എന്ന് പറഞ്ഞു. ശരിയായ നോമ്പുകാരൻ അവന്റെ നാവിനെ സൂക്ഷിക്കും. ഷെയ്ഖ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ് ശേഷം, വബത്നുഹു അനിത്ത്ആമി വശറാബി വഫർജുഹു അനിർറഫസ്. അവന്റെ വയറിന് നോമ്പുണ്ടാകും. എങ്ങനെ? അവൻ ഭക്ഷണം കഴിക്കൂല, വെള്ളം കുടിക്കൂല. യഥാർത്ഥ നോമ്പുകാരൻ ഭക്ഷണം കഴിക്കൂല, വെള്ളം കുടിക്കൂല. ലൈംഗികാവയവം അതിനെ സൂക്ഷിക്കും. ഇതിലും ശ്രദ്ധിക്കാത്ത ആളുകളുണ്ടെന്ന് പറഞ്ഞാൽ, നോമ്പുകാരനായിരിക്കെ നോമ്പ് മുറിക്കുന്ന ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഖബറിൽ ശിക്ഷയുണ്ട് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവർക്ക് പരലോകത്തെ ശിക്ഷയുണ്ട്, അതിന് ഖബറിലെ ശിക്ഷ ഉണ്ട്. നോമ്പ് മുറിക്കുന്ന എത്ര മുസ്ലിം പേരുള്ള ആളുകളുണ്ട്? നോമ്പ് റമദാനിന്റെ പകലിൽ നോമ്പ് മുറിക്കുന്ന ആളുകൾ നോമ്പെടുത്തിട്ടുണ്ടാകും. അവർ നോമ്പ് തുറക്കുന്ന സമയമാകുന്നതിന് നോമ്പ് മുറിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഫഇൻ തകല്ലമ, ശരിയായ നോമ്പുകാരൻ അവൻ സംസാരിച്ചാൽ, ലം യതകല്ലം ബിമാ യജ്റഹു സൗമഹു, അവന്റെ നോമ്പിന് പരിക്കേൽക്കുന്ന ഒന്നും സംസാരിക്കുകയില്ല. അവന്റെ നോമ്പിന് പോറലേൽക്കുന്ന ഒന്നും അവന്റെ വായയിലൂടെ, അവന്റെ നാവിലൂടെ വരികയില്ല. ഇതൊക്കെ പറയുന്നത് എന്താണ്? ശരിയായ നോമ്പുകാരൻ അവന്റെ നാവിനെ സൂക്ഷിക്കണം എന്ന കാര്യമാണ്. അപ്പോ ശരിയായ നോമ്പുകാരൻ അവന്റെ നാവിലൂടെ, ആ നോമ്പിന് പരിക്കേൽക്കുന്ന ഒന്നും അവന്റെ നാവിലൂടെ വരികയില്ല. അവൻ എന്തെങ്കിലും ചെയ്താൽ അവന്റെ നോമ്പിനെ കേടാക്കുന്ന ഒന്നും അവന്റെ പ്രവർത്തനത്തിൽ ഉണ്ടാവുകയില്ല. അപ്പൊ നോക്ക്, അവന്റെ നാവ് അവൻ സൂക്ഷിക്കും, അവന്റെ പ്രവർത്തനങ്ങൾ അവൻ സൂക്ഷിക്കും. നോമ്പുകാരൻ എങ്ങനെയായിരിക്കും അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ്? മൻ ലം യദഅ ഖൗല الزൂരി വൽ അമല ബി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തഅമഹു വശറാബഹു. മൻ ലം യദഅ ഖൗല الزൂരി വൽ അമൽ, ഒരുത്തൻ നോമ്പെടുത്തിട്ട് മോശപ്പെട്ട വാക്കും പ്രവർത്തനവും ഉപേക്ഷിക്കുന്നില്ല. വേറെ ശരീവാറ്റ് വൽ ജഹൽ, ജഹൽ എന്ന് പറഞ്ഞാൽ എല്ലാ തിന്മകളും ഇതിൽ പെട്ടു എന്ന് പറഞ്ഞ് പണ്ഡിതന്മാർ പറഞ്ഞു കാണാം. ജഹൽ എന്ന് പറഞ്ഞാൽ എല്ലാ തിന്മകളെയും സൂചിപ്പിക്കുന്ന വാചകമാണ്. അപ്പോ നോമ്പെടുത്തിട്ട് അവനവന്റെ വാക്കും പ്രവർത്തനങ്ങളും മറ്റു തിന്മകളും ഒഴിവാക്കുന്നില്ല എങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തഅമഹു വശറാബഹു, അവന് വെള്ളം ഉപേക്ഷിക്കുക, ഭക്ഷണം ഉപേക്ഷിക്കുക എന്നുള്ളത് എന്തല്ല? അള്ളാഹുവിന് ആവശ്യമില്ല. അപ്പോ ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഫയഖ്റുജു കലാമുഹു കുല്ലുഹു നാഫിഅൻ സാലിഹാ, അവന്റെ മുഴുവൻ സംസാരവും ഉപകാരപ്രദമായ സംസാരമായിരിക്കും. ഒരു നോമ്പുകാരനായിരിക്കെ അവന്റെ സംസാരം ഉപകാരമുള്ളത് സംസാരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്?
മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ഒരാൾക്ക് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുണ്ടെങ്കിൽ അവൻ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. അവന്റെ അത് എല്ലാ സന്ദർഭത്തിലും ശ്രദ്ധിക്കേണ്ട. നോമ്പുകാരനായിരിക്കെ ഒന്നുകൂടി ശ്രദ്ധിക്കും. അല്ലെ, നേരത്തെ ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകത്തിന്റെ ബാക്കി ഭാഗം എന്താണ്? വലിയകുൻ അലൈക വഖാറുൻ വസകീനത്തുൻ യൗമ സൗമിക. നിനക്ക് നോമ്പുള്ള ദിവസം നിനക്കൊരു അച്ചടക്കവും അതേപോലെ തന്നെ ഒരു ഗാംഭീര്യവും ഉണ്ടാകണം. നോമ്പുള്ള ദിവസവും നോമ്പില്ലാത്ത ദിവസവും ഒരുപോലെ ആകരുത്. നോമ്പുകാരനായിരിക്കും ഒരു ഗൗരവം, ഒരു സൂക്ഷ്മത, അല്ലെങ്കിൽ ഒരു അച്ചടക്കം, അത് എല്ലാത്തിലും ഉണ്ടാകണം. അപ്പോ അവൻ സംസാരിക്കുമ്പോൾ ഉപകാരമുള്ളതേ സംസാരിക്കുള്ളൂ, അനുവദനീയായതെന്നല്ല. ആ സംസാരത്തിൽ എന്തെങ്കിലും ഫായിദ ഉണ്ടാകും. അവന്റെ സംസാരം എന്ന് പറഞ്ഞാൽ എല്ലാം ഉപകാരമുള്ളതും അതുപോലെ തന്നെ സാലിഹായ സംസാരം ആയിരിക്കും. അങ്ങനെയാണ് നോമ്പുകാരന്റെ സംസാരം ഉണ്ടാവുക. അപ്പോ ഇതൊക്കെ എന്താണ്, ഇതിലൊക്കെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ ഈ ഇത്രയും പറഞ്ഞ വാചകത്തിൽ ഉള്ളത് എന്താണ്? നാവിന്റെ കാര്യമാണ് പ്രത്യേകം എന്ത് ചെയ്തിട്ടുള്ളത്, എടുത്തു പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, വകദാലിക അഅമാലുഹു, അപ്രകാരം തന്നെയാണ് അവന്റെ പ്രവർത്തനങ്ങളും. അവന്റെ നോമ്പുകാരനായിരിക്കെ അവന്റെ പ്രവർത്തനങ്ങൾ ഫഹിയ ബിമൻസിലത്തി الرائحة التي يشمها من جالس حامل المسك. ഒരു കസ്തൂരി വഹിക്കുന്ന ഒരാളുടെ അടുത്ത് ഇരിക്കുന്നയാൾക്ക് അയാളിൽ നിന്ന് അനുഭവിക്കുന്ന ആ നല്ല സുഗന്ധമുണ്ടല്ലോ, അതുപോലെയായിരിക്കും ഈ നോമ്പുകാരന്റെയും അവസ്ഥ. ഏതുപോലെ? കദാലിക മൻ ജാലസ الصائم انتفع بمجالسته. ആ നോമ്പുകാരന്റെ കൂടെ ഇരിക്കുന്നവന് ആ ഇരുത്തത്തിൽ പോലും ഫായിദ ഉണ്ടാകും. അവന്റെ പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെയായിരിക്കും. അവന്റെ കൂടെ ഇരിക്കുന്നയാൾക്ക് അതിന്റെ ഗുണമുണ്ടാകും. ഏതുപോലെ? ഒരു കസ്തൂരി, ഒരു മിസ്ക് കൊണ്ട് നടക്കുന്നയാളുടെ കൂടെ ഇരിക്കുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഏറ്റവും ചുരുങ്ങിയതിന്റെ വാസന അനുഭവിക്കാൻ സാധിക്കും. എന്നതുപോലെ ശരിയായ നോമ്പുകാരന്റെ പ്രവർത്തനങ്ങൾ കാരണത്താൽ അവന്റെ കൂടെ ഇരിക്കുന്നയാൾക്ക് പോലും അതിന്റെ ഗുണമുണ്ടാകും. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളായിരിക്കും അവനിൽ ഉണ്ടാവുക. അവന്റെ കൂടെ ഇരിക്കുമ്പോ, ശരിയാവണ്ണം നോമ്പെടുത്ത ഒരാളുടെ കൂടെ ഇരിക്കുമ്പോ പ്രത്യേകമായൊരു നിർഭയത്വം ഉണ്ടാകും. എന്ത്? അയാളുടെ കൂടെ ഇരുന്നാൽ കളവ് പറയേണ്ടി വരില്ല, തോന്നിവാസത്തിലേക്ക് പോകൂല, ഒരു അക്രമം സംഭവിക്കൂല, ഒരു വ്യാജ വർത്തമാനം ഉണ്ടാകൂല എന്ന ഒരു നിർഭയത്വം അയാളുടെ കൂടെ ഇരിക്കുന്ന ആൾക്ക് ഉണ്ടാകും. ഇവന്റെ കൂടെ ഇരുന്നാൽ തെറ്റിലേക്ക് പോകൂല. യഥാർത്ഥ നോമ്പുകാരന്റെ കൂടെ ഇരിക്കുന്നയാൾക്ക് അങ്ങനത്തെ ഒരു നിർഭയത്വം ഉണ്ടാവും. ഇനി നമ്മുടെ അവസ്ഥ ചിന്തിച്ചു നോക്കുക. നമ്മൾ 4 ആൾ കൂടിയാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. ഇവിടെ ശരിയാവണ്ണം നോമ്പെടുത്തയാളുടെ കൂടെ ഇരിക്കുന്നയാൾ തീർത്തു നിർഭയനായിരിക്കും. അയാളുടെ കൂടെ ഇരുന്നാൽ അതുകൊണ്ട് നഷ്ടം ഉണ്ടാകൂല, കൂടെ ഇരുന്നാൽ ഉപകാരം ഉണ്ടാകൂല, ഒരിക്കലും പഴച്ചു പോകൂല, ഒരു തിന്മ ചെയ്യൂല, ഒരു തിന്മയിലേക്ക് എത്തൂല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് അള്ളാഹു ശറഅാക്കിയിട്ടുള്ള നോമ്പ്. ഈ നോമ്പുകാരനാണ് യഥാർത്ഥ നോമ്പുകാരൻ. ലാ മുജറദുൽ ഇംസാകി അനി ത്വഅമി വശറാബ്. കേവലം ഭക്ഷണം ഒഴിവാക്കുക, വെള്ളം ഒഴിവാക്കുക എന്നുള്ളതല്ല ശരിയായ നോമ്പ്. ഫസ്സൗമുഹു വസൗമുൽ ജവാരിഹി അനിൽ ആഥാം. നോമ്പുകാരന്റെ അവയവങ്ങൾ ഹറാമിൽ നിന്ന് സുരക്ഷിതമായിരിക്കും. വസൗമുൽ ബത്നി അനി ശറാബി വത്ത്വഅം. അവന്റെ വയറ്റിൽ ഭക്ഷണവും വെള്ളവും കയറൂല എന്നതുപോലെ അവന്റെ മറ്റു അവയവങ്ങളും തിന്മയിലേക്ക് എത്തുകയില്ല. فكما أن الطعام والشراب يقطعه ويفسده فهكذا الآثام. വെള്ളം കുടിച്ചാൽ നോമ്പ് മുറിയുന്ന യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഭക്ഷണം കഴിച്ചാൽ നോമ്പ് മുറിയുന്ന സംശയമില്ലാത്ത കാര്യം എന്നതുപോലെ
തിന്മകൾ തഖ്തഉ സവാബഹു വതുഫ്സിദു സമറതഹു ഫതുസയ്യിറുഹു ബിമൻസിലതി മൻ ലം യസും. നോമ്പുകാരനായിരിക്കെ തെറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക? അവന്റെ കൂലിയിൽ വലിയ കുറവ് സംഭവിക്കും. ആ നോമ്പ് കൊണ്ടുണ്ടാക്കുന്ന നേട്ടം അത് ഇല്ലാതെയാക്കും. നോമ്പ് കൊണ്ട് ഉണ്ടാകുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട്, അത് അവനെ നഷ്ടപ്പെടുത്തും. നോമ്പെടുക്കാത്ത ഒരുത്തന്റെ സ്ഥാനത്തേക്ക് അവനെ ആക്കി തീർക്കും. എന്താ വ്യത്യാസമുള്ളത്? ഇയാൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല, പട്ടിണി കിടന്നിട്ടുണ്ടാകും. പക്ഷെ ഒരു നോമ്പുകാരന് കിട്ടേണ്ട ഒന്നും അയാൾക്ക് കിട്ടിയിട്ടുണ്ടാകില്ല. അയാൾ തിന്മയിൽ നിന്ന് നോമ്പുകാരനായിരിക്കെ അയാൾക്ക് വിട്ടുനിൽക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇതാണ് യഥാർത്ഥ നോമ്പുകാരൻ, ഇതാണ് യഥാർത്ഥ നോമ്പ് എന്നാണ് വിശദീകരിച്ചിട്ടുള്ളത്. നോമ്പിന്റെ മർത്തബ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്നു ഖുദാമ അൽ മഖ്ദിസി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, ലിസ്സൗമി സലാസു മറാത്തിബ്, നോമ്പിന് 3 മർത്തബയുണ്ട്, 3 തട്ടുകളുണ്ട്. ഫഅമ്മ സൗമുൽ ഉമൂം, അതിലേറ്റവും താഴെയുള്ള തട്ട് സാധാരണക്കാരുടെ നോമ്പാണ്. സാധാരണ നോമ്പ് എന്ന് പറഞ്ഞാൽ പറയുന്ന കാര്യം അതായിരിക്കും. അതെന്താണ്? ഫഹുവ കഫുൽ ബത്നി വൽ ഫർജി അൻ ഖദാഇ ശഹ്വ, വയറിന് ആവശ്യമുള്ള കാര്യത്തിൽ നിന്ന് ആ വയറ് വിട്ടു നിൽക്കും. അവന്റെ ലൈംഗിക അവയവത്തിന് ആവശ്യമുള്ള കാര്യത്തിൽ നിന്ന് അവൻ വിട്ടുനിൽക്കും. നോമ്പിന്റെ പകൽ സമയത്ത് ഭാര്യയുമായി ലൈംഗിക വീഴ്ച നടത്തുകയില്ല, അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കൂല, വെള്ളം കഴിക്കൂല. ഇതാണ് സാധാരണക്കാരുടെ നോമ്പ്. ഇതാണ് ഏറ്റവും നോമ്പിന്റെ മർത്തബിൽ ഏറ്റവും താഴെ മർത്തബിലുള്ള നോമ്പ്. അമ്മാ സൗമുൽ ഖുസൂസ്, ഇബ്നു ഖുദാമ അൽ മഖ്ദിസി റഹിമഹുല്ലാഹ് പറയാണ്, എന്നാൽ പ്രത്യേകക്കാരായ വിശിഷ്ടരായ ആളുകളുടെ നോമ്പ് എന്ന് പറഞ്ഞാൽ ഫഹുവ കഫുൻ നദരി വൽ ലിസാനി വൽ യദി വൽ റിജ്ലി വസ്സംഇ വൽ ബസരി വസായിരിൽ ജവാരിഹി അനിൽ ആസാം, അവന്റെ കണ്ണും നാവും കൈയും കാലും ചെവിയും ഒക്കെ മറ്റു അവയവങ്ങളെല്ലാം ഹറാമിൽ നിന്ന് തടയും ആ നോമ്പ് കാരണത്താൽ. ഇതാണ് രണ്ടാമത്തെ മർത്തബ. അവൻ നോമ്പുകാരനായിരിക്കെ ഇത്തരം ഹറാമുകളിലേക്ക് പോവുകയില്ല. ഇതാണ് രണ്ടാമത്തെ മർത്തബ. നോമ്പ് കൊണ്ട് അവന് അവന്റെ അവയവങ്ങൾക്കൊക്കെ നോമ്പുണ്ടാവും. ആദ്യം പറഞ്ഞത് എന്താണ്? അവന്റെ വയറിന് മാത്രമേ നോമ്പുള്ളൂ, അവന്റെ ലൈംഗിക അവയവത്തിന് മാത്രമേ നോമ്പുള്ളൂ. രണ്ടാമത്തെ മർത്തബയിലേക്ക് വരുമ്പോൾ അവന്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും നോമ്പുണ്ട്. അള്ളാഹു വിലക്കിയ കാര്യങ്ങളിലേക്ക് അവന്റെ കണ്ണും കാതും ഒന്നും പോവുകയില്ല, അവന്റെ അവയവങ്ങളൊന്നും പോകില്ല. പ്രത്യേകക്കാരിൽ പ്രത്യേകക്കാരായ ആളുകളുടെ നോമ്പ് എന്ന് പറഞ്ഞാൽ ഫഹുവ സൗമുൽ ഖൽബ്, അത് ഹൃദയത്തിന്റെ നോമ്പാണ്. ഈ ആദ്യത്തെ 2 മർത്തബയും കഴിഞ്ഞിട്ടുള്ള മർത്തബയാണ്. ഫഹുവ സൗമുൽ ഖൽബി അനിൽ ഹിമമിദ് ദനിഅ, മോശപ്പെട്ട നിലവാരം കുറഞ്ഞ ആഗ്രഹങ്ങൾ, ചിന്തകൾ, അതിൽ നിന്ന് അവന്റെ ഹൃദയം വിട്ടുനിൽക്കും. വൽ അഫ്കാരിൽ മുബ്ഇദതി അനില്ല, അല്ലാഹുവിൽ നിന്ന് അവൻ അകറ്റുന്ന എന്തെല്ലാം ചിന്തകളുണ്ടോ അതിൽ നിന്നെല്ലാം അവന്റെ ഹൃദയം വിട്ടുനിൽക്കും. അല്ലാഹുവിൽ നിന്ന് അകലുന്ന ചിന്തയാണോ അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകില്ല. അവന്റെ ഹൃദയം നോമ്പിലായിരിക്കും. അതേപോലെ തന്നെ നിലവാരം കുറഞ്ഞ താല്പര്യങ്ങൾ, ആഗ്രഹങ്ങൾ, അതൊന്നും ഉണ്ടാകില്ല. അത് അസ്ലൻ ഹറാമായിക്കൊള്ളണമെന്നില്ല. അതേപോലെ തന്നെ ചിന്തകൾ, അള്ളാഹുവിൽ നിന്ന് അകറ്റുന്ന ചിന്തകൾ ഉണ്ടാവില്ല. അതൊന്നും ആദ്യത്തെ 2 മർത്തബയും കഴിഞ്ഞിട്ട് ഉയർന്ന മർത്തബയാണ്. അള്ളാഹു അല്ലാത്ത മറ്റുള്ളതിൽ നിന്നെല്ലാം അവന്റെ ഹൃദയം ഒഴിഞ്ഞതായിരിക്കും എന്ന് പറഞ്ഞാൽ അത്രയും സൂക്ഷ്മതയുള്ള നോമ്പായിരിക്കും. ഏറ്റവും ഉയർന്ന മർത്തബയാണ്. അവൻ നോമ്പുകാരനായിരിക്കെ ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന് മാത്രമല്ല, അതിനപ്പുറത്ത് ആവശ്യമില്ലാത്ത അനുവദനീയമായ കാര്യങ്ങളിൽ തന്നെ നിലവാരം കുറഞ്ഞതും അള്ളാഹുവിൽ നിന്ന് അകറ്റുന്ന, ചിലപ്പോൾ അനുവദനീയമായ കാര്യമായിരിക്കും, പക്ഷെ അള്ളാഹുവിൽ നിന്ന് അവനെ അകറ്റിക്കളയുന്ന അത്തരം ചിന്തകളിൽ നിന്ന് പോലും അവന്റെ ഹൃദയം നോമ്പിൽ. ഇതാണ് ഏറ്റവും ഉയർന്ന മർത്തബയിലുള്ള
നോമ്പ് എന്ന് ഇബ്നു ഖുദാമ അൽ മഖ്ദിസി റഹിമഹുല്ല പറഞ്ഞത് കാണാം. അതേപോലെ തന്നെ ഒരു യഥാർത്ഥ നോമ്പുകാരൻ അവന്റെ നോമ്പിന്റെ നിലവാരം മനസ്സിലാക്കാൻ അവൻ പരിശോധിക്കേണ്ടത് എന്താണ്? അവൻ രണ്ട് കാര്യങ്ങൾ പറയും. ഒന്ന് അവന്റെ സ്വഭാവമാണ്. നോമ്പെടുത്തിട്ട് നമ്മുടെ സ്വഭാവം എന്താണോ എന്നുള്ളത് പരിശോധിക്കുക. അതുപോലെ തന്നെ നോമ്പെടുത്തിട്ട് എത്രത്തോളം നമുക്ക് അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കും. ഇത് രണ്ടും നമ്മൾ പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ട്? നോമ്പുകാരനായിരിക്കെ എത്രത്തോളം നമ്മൾക്ക് അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അതിനനുസരിച്ച് ആ നോമ്പുകാരന്റെ ശ്രേഷ്ഠത വർദ്ധിക്കും. ഏത് ഇബാദത്തിലും അങ്ങനെ തന്നെ. ഏതൊരു അമൽ ചെയ്യുമ്പോഴും ആ ചെയ്യുന്ന അമലിൽ അവൻ എത്രത്തോളം അള്ളാഹുവിനെ ഓർക്കുന്നുണ്ട്, ദിക്ർ ചെയ്യുന്നുണ്ട് എന്നതിനനുസരിച്ച് ആ കർമ്മം ചെയ്യുന്നയാളുടെ ശ്രേഷ്ഠതയും കൂലിയും വർദ്ധിക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, ഇന്ന അഫ്ളല അഹ്ലി കുല്ലി അമലിൻ അക്സറുഹും ഫീഹി ദിക്റൻ ലില്ലാഹി അസ്സ വജല്ല. ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും അതിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആളുകൾ, അയാൾ ആ പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഓർത്തത് ആരാണോ അവനാണ് ആ പ്രവർത്തനത്തിൽ ഏറ്റവും മികച്ചവൻ. وأفضل الصوام أكثرهم ذكرا لله عز وجل في صومهم. നോമ്പുകാരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പുകാരൻ ആരാണ്? ആ നോമ്പുകാരനായിരിക്കെ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ സ്മരിച്ചവരാണ്. നോമ്പെടുത്തിട്ട് അള്ളാഹുവിനെ കൂടുതൽ ഓർത്തിട്ടുണ്ടോ? അള്ളാഹുവിനെ എത്രത്തോളം അവൻ ആ നോമ്പിൽ ഓർത്തിട്ടുണ്ട്, അള്ളാഹുവിനെ സ്മരിച്ചിട്ടുണ്ട്, ദിക്ർ ചെയ്തിട്ടുണ്ട്, അവനാണ് ഏറ്റവും നല്ല നോമ്പുകാരൻ. وأفضل المتصدقين أكثرهم ذكرا لله عز وجل. ഒരു സദഖ കൊടുക്കുന്ന സന്ദർഭത്തിലാകട്ടെ, ആ സദഖ കൊടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആ കൊടുക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനെ കൂടുതൽ ആരാണ് ഓർത്തത് അവനാണ് ഏറ്റവും ശ്രേഷ്ഠൻ. وأفضل الحجاج أكثرهم ذكرا لله عز وجل. അതേപോലെ തന്നെ ഹജ്ജ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഹജ്ജ് ചെയ്ത ആളാരാണ്? ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഹജ്ജിൽ സ്മരിച്ചവനാണ്. ഇതുപോലെ തന്നെ മറ്റു അമലുകളൊക്കെ. നിസ്കാരം നോക്കൂ, നിസ്കാരത്തിൽ അവൻ എത്രത്തോളം അള്ളാഹുവിനെ ഓർത്തിട്ടുണ്ട് അതിനനുസരിച്ച് അവന് കൂലി കൂടും, അല്ലെ? നിസ്കാരത്തിൽ ഖുശൂ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ആ നിസ്കാരത്തിൽ അള്ളാഹുവിനെ ഓർത്ത് നിസ്കരിക്കലാണ്. നമസ്കാരത്തിലുള്ള ശ്രദ്ധ, അല്ലെ? ഖുർആനിന്റെ പാരായണം, ദിക്ർ, ഇതൊക്കെ എന്താണ്? ദിക്റുള്ളയാണ്. ഒരേ സ്വപ്പിൽ നിന്ന് നിസ്കരിച്ച ആളുകൾ അവരുടെ നിസ്കാരം ഒരുപോലെയാണ്, അവർ ചെയ്ത അമലുകൾ ഒന്നാണ്, അതിന് ചെലവഴിച്ച സമയം ഒന്നാണ്. പക്ഷെ അവർ രണ്ട് നിസ്കാരക്കാർ ചിലപ്പോ ആകാശഭൂമിയോളം വ്യത്യാസമുണ്ടാവും. എന്താണ് ആ വ്യത്യാസത്തിനുള്ള കാരണം? അതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം അവർ അള്ളാഹുവിനെ എത്രത്തോളം ഓർത്തു എന്നുള്ളതാണ്. മുനാഫിഖിന്റെ നിസ്കാരിച്ചു അള്ളാഹു എന്താ പറഞ്ഞത്? നിസ്കാരത്തിലാകട്ടെ അല്ലാത്ത സന്ദർഭത്തിലാകട്ടെ അവർക്ക് അള്ളാഹുവിനെ കൂടുതലായി ഓർക്കാൻ സാധിക്കുകയില്ല. അള്ളാഹുവിനെ ധാരാളം ദിക്ർ ചെയ്യാൻ ഒരാൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് നിഫാഖിൽ നിന്നുള്ള രക്ഷയാണ്. മുനാഫിഖിന് ധാരാളമായി അള്ളാഹുവിനെ ഓർക്കാൻ സാധിക്കില്ല. നിസ്കാരത്തിൽ വിശേഷിച്ചു. നിസ്കാരത്തിൽ എന്താണ്? മടിയന്മാരായിട്ടാണ് അവർ നിസ്കരിക്കാൻ നിൽക്കുക. അതുകൊണ്ട് തന്നെ അവർക്ക് നിസ്കാരത്തിൽ അള്ളാഹുവിനെ കൂടുതൽ ഓർക്കാൻ സാധിക്കുകയില്ല. അപ്പോ നോമ്പുകാരനായിരിക്കെ എത്രത്തോളം ഒരാൾക്ക് അള്ളാഹുവിനെ ഓർക്കാൻ സാധിച്ചിട്ടുണ്ടോ അത് അവന്റെ നോമ്പിന്റെ ശക്തി വർദ്ധിക്കും. ഏറ്റവും നല്ല നോമ്പുകാരൻ എന്ന് പറയുന്നത് ഏറ്റവും അള്ളാഹുവിനെ സ്മരിക്കുന്ന നോമ്പുകാരനാണ് എന്ന് പറഞ്ഞത് കാണാം. അതേപോലെ തന്നെ നോമ്പുകാരന്റെ സ്വഭാവം അത് പ്രധാനമാണ്. സുലൈമാൻ റഹീലി ഹഫിളുള്ള പറഞ്ഞത് കാണാം, കുല്ലമാ കാന الصائم حسن الاخلاق. ഒരാൾ നോമ്പുകാരനായിരിക്കെ അവന്റെ സ്വഭാവം നന്നായിട്ടുണ്ടെങ്കിൽ ദല്ല ദാലിക അലാ കമാലി സൗമിഹി, അത് അവന്റെ നോമ്പിന്റെ പൂർണ്ണതയെ അറിയിക്കുന്നു. വഖുവതി സൗമി, അവന്റെ നോമ്പിന്റെ ശക്തിയെ അറിയിക്കുന്നു. അപ്പൊ നോമ്പെടുത്തിട്ട് നമ്മുടെ സ്വഭാവം നമുക്ക് നന്നാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ നോമ്പ് അത് പൂർണ്ണതയിൽ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ നോമ്പ് കവിയായ നോമ്പാണ് എന്നുള്ള തെളിവാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അസ്സൗമു ജുന്ന, നോമ്പ് എന്ന് പറഞ്ഞാൽ പരിചയാണ്. നോമ്പ് എന്ന് പറഞ്ഞാൽ ഒരു സംരക്ഷണ കവചമാണ് 3 കാര്യത്തിൽ നിന്ന്. അത് പണ്ഡിതന്മാർ വിശദീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഹദീസിൽ പറഞ്ഞത് കാണാം, അസ്സൗമു ജുന്ന എന്ന് പറഞ്ഞാൽ എന്താ? നോമ്പ് ഒരു പരിചയാണ്. എന്തിൽ നിന്നുള്ള പരിചയാണ്? അസ്സൗമു ജുന്നത്തുൻ മിനന്നാർ, നരകത്തിൽ നിന്നുള്ള പരിചയാണ്. വേറെ ചില ഹദീസിൽ അസ്സൗമു ജുന്നത്തുൻ മിൻ അദാബില്ലാഹ്, നോമ്പ് അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്നുള്ള സംരക്ഷണമാണ്. ഒരു നോമ്പുകാരൻ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അവൻ രക്ഷപ്പെടും, ശരിയാവണം നോമ്പെടുത്താൻ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ്, ഒരാൾ ഒരു ദിവസം അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ നോമ്പെടുത്താൽ ബഅദല്ലാഹു വജ്ഹഹു അനിൻ നാരി 70 ഖരീഫ, അവന്റെ മുഖം അല്ലാഹു തആല നരകത്തിൽ നിന്ന് 70 വർഷത്തെ വഴിദൂരം അകറ്റിക്കളയുമെന്നാണ്. അപ്പൊ നോമ്പ് ശരിക്കും നരകത്തിൽ നിന്നുള്ള അവനുള്ള സംരക്ഷണമാണ്. അതേപോലെ തന്നെ മോശപ്പെട്ട സ്വഭാവത്തിൽ നിന്നുള്ള സംരക്ഷണമാണ്. അപ്പൊ നോമ്പുകാരനായിരിക്കെ അവന്റെ സ്വഭാവം ശുദ്ധീകരിക്കാൻ സാധിക്കണം. നോമ്പ് അതിന് ഏറ്റവും സഹായകമാകുന്ന കാര്യമാണ്, അല്ലെ? നോമ്പുകാരന് അവൻ ശരിയാവണ്ണം നോമ്പെടുത്താൽ അവന്റെ സ്വഭാവം നന്നാകും. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവനോട് ആരെങ്കിലും തല്ലുകൂടാൻ വന്നാൽ അല്ലെങ്കിൽ ചീത്ത വിളിക്കാൻ വന്നാൽ എന്താ പറയേണ്ടത്? ഇന്നീ സാഹിബ്, നോമ്പുകാരനാണ്, സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ് വിട്ടുനിൽക്കും. ഇങ്ങനെ അവന്റെ സ്വഭാവം ശുദ്ധീകരിക്കാൻ നോമ്പ് കൊണ്ട് സാധിക്കും. അസ്സൗമു ജുന്ന എന്ന് പറഞ്ഞ അസ്സൗമു ജുന്നത്തുൻ മിനൽ അഖ്ലാഖിർ റദിയ. അതേപോലെ അസ്സൗമു ജുന്നത്തുൻ മിനൽ മആസി, നോമ്പുകാരൻ ശരിയാവണ്ണം നോമ്പെടുത്താൽ അവന് തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കും, അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ മഅശറ ശബാബ് മൻ ഇസ്തതഅ മിൻകുമുൽ ബാഅത ഫലയതസവ്വജ്, എന്താ പറഞ്ഞിട്ടുള്ളത്? യുവാക്കളെ, നിങ്ങൾ വിവാഹം ചെയ്യാൻ സാധിക്കുന്ന ആൾ കല്യാണം കഴിക്കണം. അതിന് സാധിക്കാത്ത ആളുകളോട് എന്താ പറഞ്ഞത്? അവൻ നോമ്പെടുക്കട്ടെ. കാരണം ആ നോമ്പ് അവനൊരു പരിചയമാണ്, സംരക്ഷണമാണ്. എന്ന് പറഞ്ഞാൽ ഇത്തരം തിന്മകളിൽ നിന്ന്, പ്രത്യേകിച്ചും ലൈംഗികമായി ഉള്ള തിന്മകളിൽ നിന്ന് അവന് സംരക്ഷണമേകുന്ന ഒരു പ്രധാനപ്പെട്ട ഇബാദത്താണ് നോമ്പ്. അപ്പൊ ശരിക്കും നോമ്പുകാരന്റെ സ്വഭാവം അത് നമ്മുടെ നോമ്പ് എത്രത്തോളം ശരിയാണ് എന്നറിയാൻ നമ്മുടെ നോമ്പെടുത്തിട്ടുള്ള സ്വഭാവത്തിലേക്ക് നോക്കിയാൽ മതി. നോമ്പെടുത്തിട്ടുള്ള സ്വഭാവത്തിലേക്ക് നോക്കിയാൽ മതി. വല്ല അക്സുബിൽ അക്സ്, നേരെ തിരിച്ച് അങ്ങനെ തന്നെ. ഒരാൾ നോമ്പെടുത്തിട്ടുള്ള സ്വഭാവം നന്നായിട്ടില്ല എങ്കിൽ അവന്റെ നോമ്പിന്റെ ദുർബലതയെ അത് അറിയിക്കുന്നുണ്ട്. يا عباد الله إنما شرع لتزكية النفوس وإصلاحها وتهذيب الأخلاق وتحسينها. അള്ളാഹു തആല നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത് നമ്മുടെ മനസ്സും അതുപോലെ തന്നെ സ്വഭാവമൊക്കെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ നോമ്പുകാരനായിരിക്കും നമ്മുടെ സ്വഭാവം എന്താണ് എന്ന് പരിശോധിക്കുക. ശരിയായ നോമ്പുകാരൻ അവന്റെ സ്വഭാവം നന്നായിരിക്കും. ശരിയായ നോമ്പുകാരൻ അവന്റെ നോമ്പിൽ അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഹദീസ് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ റമദാൻ ആയി കഴിഞ്ഞാൽ റമദാനിന്റെ ഓരോ രാത്രിയിലും സംഭവിക്കുന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ രാത്രിയിലും അത് സംഭവിക്കും. അതെന്താണ്? വയുനാദി മുനാദിൻ കുല്ല ലൈല, ഓരോ രാത്രിയിലും ആകാശലോകത്ത് ഒരു മലക്ക് വന്ന് വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയ ശർരി അഖ്സിർ. നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവനെ നീ മുന്നോട്ട് വരണം, തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ നീ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് റമദാനിന്റെ എല്ലാ രാത്രിയിലും ഈ വിളിയാളമുണ്ട്. ഈ വിളി നമ്മൾ കേൾക്കുന്നില്ല, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അടിസ്ഥാനം നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു, റമദാനിന്റെ വൈകുന്നേരമാകുമ്പോ അങ്ങനെ ഒരു വിളി ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിൽ ചിന്തിക്കണം. ആ വിളി നമ്മൾ കേൾക്കുന്നില്ലെങ്കിലും ആകാശ ലോകത്ത് ആ വിളി നടക്കുന്നുണ്ട്.
വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നന്മകൾ ചെയ്യാനും തിന്മകൾ വിട്ടുനിൽക്കാനും ഇങ്ങനെ ഒരു വിളി അള്ളാഹു ഒരു മലക്കിന് നിശ്ചയിച്ചിരിക്കുന്നു. ആ മലക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നന്മ ഉദ്ദേശിക്കുന്നവനെ നീ മുന്നോട്ട് വരണം. വേറെ ചില റിവായത്തിൽ യാ ബാഗിയൽ ഖൈരി അബ്ശിർ, നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവനെ നീ സന്തോഷിക്കണം. എന്താണ് സന്തോഷിക്കേണ്ടത്? അള്ളാഹു റമദാനിന്റെ രാത്രികളിൽ റമദാനിൽ നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്നുണ്ട്, അതിൽ നീ സന്തോഷിക്കുക. റമദാൻ അതിൽ അള്ളാഹുവിന്റെ റഹ്മത്തുണ്ടാകും, അതിൽ നീ സന്തോഷിക്കുക. റമദാൻ എന്ന് പറഞ്ഞാൽ മഗ്ഫിറത്ത് ലഭിക്കാനുള്ള അവസരമാണ്, അതിൽ നീ സന്തോഷിക്കുക എന്ന് പറയുമെന്നാണ്. നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവനെ നീ മുന്നോട്ട് വരിക, നന്മ ചെയ്യാൻ മുന്നോട്ട് വരിക എന്ന് പറയും. തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവനെ തിന്മ ചെയ്യരുത്, അതിൽ നിന്ന് വിട്ടു നിൽക്കണം. റമദാനായി കഴിഞ്ഞാലും തിന്മ ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാകും. അവരോട് നീ ആ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നാണ് പറയുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞു, ഈ വിളിക്ക് ഉത്തരം നൽകുന്ന വിഷയത്തിൽ ആളുകൾ നാല് തിരക്കാരാണ്. ഈ മലക്കിന്റെ വിളിയാളത്തിന് ഉത്തരം നൽകുന്ന വിഷയത്തിൽ ആളുകൾ നാല് തിരക്കാരാണ്. ഇത് രണ്ട് വിളിയാണുള്ളത്. യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ, യാ ബാഗിയൽ ശർരി അഖ്സിർ. ഈ രണ്ട് വിളിക്കും ഉത്തരം നൽകുന്ന വിഷയത്തിൽ ആളുകൾ നാല് തിരക്കാരാണെന്ന് പറഞ്ഞത് കാണാം. ഒന്നാമത്തെ ആൾ മൻ യസ്തബിഖു ബിൽ ഖൈറാത്ത് വയത്റുകു സയ്യാത്ത്. ഈ രണ്ട് വിളിയാളത്തിനും ഉത്തരം നൽകുന്ന ആളുകളാണ്. നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന് ഇന്ന് മുന്നോട്ട് വരണം. അതിന്റെ അടിസ്ഥാനത്തിൽ അവൻ ധാരാളം നന്മകൾ ചെയ്യും. അതേപോലെ തന്നെ വയത്റുകു സയ്യാത്ത്, തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കും. യാ ബാഗിയ ശർരി അഖ്സിർ, തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവനെ ആ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കണം. ഈ രണ്ട് വിളിക്കും ഉത്തരം നൽകുന്ന ആളുകൾ റമദാനിൽ പ്രത്യേകിച്ചും അവർ നന്മയിൽ മുന്നേറും. നന്മയിൽ മുന്നേറിയ ആളുകൾ അല്ലാഹുവിന്റെ സമീപസ്ഥരാണ്, അവർക്ക് സ്വർഗമുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ദുനിയാവിൽ നന്മ ചെയ്ത് മുന്നേറിയ ആളുകൾ അവർ തന്നെയാണ് സ്വർഗത്തിലും മുന്നിലുണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തുഅദതു ഫീ കുല്ലി ഷൈഇൻ ഖൈർ ഇല്ലാ ഫീ അമലിൽ ആഖിറ. എല്ലാ കാര്യത്തിലും ഒരു സാവകാശവും അവധാനതയും നല്ലതാണ്, പക്ഷേ പരലോകത്തിന്റെ വിഷയത്തിൽ ഒഴികെ. പരലോകത്തിന്റെ വിഷയത്തിൽ നമ്മൾ മത്സരിക്കണം, ധൃതി കാണിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഈ ഒന്നാമത്തെ വിഭാഗം നന്മകളിൽ മുന്നേറിയ ആളുകളാണ്, തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കും. ഇതാണ് ഒന്നാമത്തെ വിഭാഗം, അവരാണ് ഏറ്റവും നല്ല വിഭാഗം. രണ്ടാമത്തെ വിഭാഗം അവർ മൻ യസ്തബിഖു ബിൽ ഖൈറാത്ത് വലാ യത്റുകു സയ്യിആത്ത്. നന്മകളിൽ മുന്നേറും. റമദാനായി കഴിഞ്ഞാൽ കൂടുതൽ നന്മകൾ ചെയ്യും മറ്റു മാസങ്ങളെ അപേക്ഷിച്ച്. പക്ഷെ പല തിന്മകളും അവരിൽ സംഭവിക്കുന്നുണ്ട്. തിന്മകളിൽ നിന്ന് അവർ വിട്ടുനിൽക്കുന്നില്ല, തിന്മകൾ ഉപേക്ഷിക്കുന്നില്ല. ഇങ്ങനെയുള്ള ആളുകളുണ്ട്. ഇതാണ് രണ്ടാമത്തെ വിഭാഗം ആളുകൾ. അവരെന്ന് പറഞ്ഞാൽ നോമ്പിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താത്ത ആളുകളാണ്. നന്മ അവർക്ക് പരമാവധി പലതും ചെയ്യുന്നുണ്ട്, പക്ഷേ നന്മ ഒരു ഭാഗത്ത് ചെയ്യുമ്പോൾ തന്നെ അല്ലെ, രാത്രി നിസ്കാരത്തിന് തറാവീഹ് ഉണ്ടാകും, ജമാഅത്ത് നിസ്കരിക്കാൻ ഉണ്ടാകും, അങ്ങനെ നോമ്പായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും അവരുണ്ടാവും. പക്ഷെ അതിന്റെ കൂടെ തന്നെ ചിലപ്പോൾ ഹറാമുകൾ കേൾക്കുന്നുണ്ടാകും, ഹറാമ് കാണുന്നുണ്ടാവും, ഹറാമ് സംസാരിക്കുന്നുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വളരെ സുപരിചിതമായ റബ്ബ സാഹിമിൻ ഹദ്ദുഹു മിൻ സിയാമിഹി അൽജൂ വൽ അതശ്. എത്രയോ നോമ്പുകാർക്ക് അവരുടെ നോമ്പിൽ നിന്ന് കിട്ടിയത് എന്താണ്? പട്ടിണിയും വിശപ്പും മാത്രമാണ്. അതല്ല, നോമ്പുകാരനായിരിക്കെ അവന് നന്മകൾ മുന്നേറുക എന്നുള്ളതും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതും പ്രധാനമാണ്. മൂന്നാമത്തെ വിഭാഗം മൻ ലാ യസ്തബിഖു ബിൽ ഖൈറാത്ത് വയത്റുകു സയ്യാത്ത്. അവൻ നന്മയിൽ അവന് മുന്നേറ്റം ഉണ്ടാവില്ല, പക്ഷെ അവൻ തിന്മ ഉപേക്ഷിക്കും.
റമദാനായ പ്രത്യേകിച്ചും തിന്മയൊന്നും ചെയ്യില്ല. പക്ഷെ നന്മയിൽ വലിയ മുന്നേറ്റമൊന്നുമില്ല. കൂടുതൽ നന്മ ചെയ്യാമെന്നാണ് താല്പര്യമില്ല. പക്ഷെ ഹറാമുകളിൽ നിന്ന് അവൻ വിട്ടുനിൽക്കും. ഇതാണ് മൂന്നാമത്തെ വിഭാഗം. അവർ മനസ്സിലാക്കേണ്ടത്, അവർ റമദാനിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിയിട്ടില്ല. റമദാൻ എന്ന് പറഞ്ഞാൽ അവന് പുണ്യങ്ങൾ നേടിയെടുക്കാൻ, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വലിയ അവസരമാണ്. ആ അവസരം അവൻ മുതലാക്കുന്നില്ല. അതാണ്, തിന്മ ഒഴിവാക്കുന്നുണ്ട്, പക്ഷേ നന്മയിൽ അവന് മത്സരമില്ല. റമദാനിൽ നമ്മൾ കൂടുതൽ നന്മകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കേണ്ട മാസമാണ്. കൂടുതൽ നന്മ ചെയ്യണം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമലുകൾ എന്താണ്? അത് കുറച്ചാണെങ്കിലും പതിവായി ചെയ്യുന്ന അമലുകളാണെന്ന് പറഞ്ഞു. ഇത് സാധാരണ ദിവസങ്ങളിലുള്ള കാര്യമാണ്. എന്നാൽ ഇത്തരം മൗസിമുൽ ഖൈറാത്ത്, മൗസിമുൽ ഉഖ്റവി, നാളെ പരലോകത്തേക്ക് സമ്പാദിക്കാനുള്ള സീസണുകൾ വരുമ്പോ, റമദാൻ പോലെ ദുൽഹിജ്ജ വരെ പോലെ ഉള്ള സീസണുകൾ കടന്നു വരുമ്പോ നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യണം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമലുകൾ കുറച്ചാണെങ്കിലും പതിവായി ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും 2 പേജാണ് ഓതാറുള്ളത്. റമദാനായാലും 2 പേജ് മതി. അതാണ് അള്ളാഹുവിന് ഇഷ്ടമെന്ന് നമ്മൾ മനസ്സിലാക്കരുത്. കാരണം അത് സാധാരണയുള്ള ദിവസങ്ങളിലാണ്, അല്ലെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമൽ എന്തായിരുന്നു എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. കാന അമലുഹു ദീമ, റസൂലിന്റെ അമൽ പതിവായി ചെയ്യുന്ന അമലായിരുന്നു. പക്ഷെ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനായാൽ എങ്ങനെയാണ് നമുക്കറിയാം, അല്ലെ? റമദാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതലായി പരിശ്രമിക്കും. അവസാനത്തെ 10 ആകുമ്പോൾ എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അമലുകൾ ചെയ്യാൻ വേണ്ടി ഒരുങ്ങി തയ്യാറാകും. അപ്പൊ നോക്ക്, മറ്റു റമദാനിൽ തന്നെ അവസാനത്തെ 10 റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതലായി അമൽ ചെയ്യും. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമ്മൾക്ക് റമദാൻ അല്ലാത്ത ദിവസങ്ങളിൽ പതിവായി ചെയ്യുന്ന അമലുകൾ ഉണ്ടാവും. അത് കുറച്ചാണെങ്കിൽ നമ്മൾ നിലനിർത്തി പോകണം. പക്ഷെ റമദാൻ ആകുമ്പോൾ എന്ത് ചെയ്യണം? 3 റക്അത്ത് രാത്രി നിസ്കരിച്ചിരുന്ന ആളുകൾ റമദാൻ ആകുമ്പോൾ 11. അതേപോലെ തന്നെ കൂടുതലായി നിസ്കരിക്കുക. സാധാരണ സദഖ കൊടുക്കുന്ന ആള് റമദാൻ ആകുമ്പോ കൂടുതൽ ചെയ്യുക. സാധാരണ ഖുർആൻ പാരായണം ചെയ്തിരുന്ന ആള് റമദാൻ ആകുമ്പോ കൂടുതലായി ചെയ്യുക. ഇപ്പൊ നോക്കൂ, റമദാനിൽ മഹാന്മാരായ സലഫുകൾ ധാരാളമായി എന്ത് ചെയ്തിരുന്നു? ഖുർആൻ ഓതിയിരുന്നു. സാധാരണ ഖുർആൻ ഓതുന്നതിനേക്കാൾ കൂടുതൽ ഓതിയിരുന്നു, അല്ലെ? ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് കാണാം. അദ്ദേഹം റമദാനിൽ 60 ഖത്തും പൂർത്തിയാക്കി. 60 എണ്ണം. ഒരു ദിവസം 2 ഖത്ത്. നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഒരു ദിവസം 2 ഖത്ത് പൂർത്തിയാക്കുക. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഇത് നമ്മൾക്ക് ഇത് അതിശയോക്തി കലർന്നൊരു വാക്കൊന്നല്ല. അദ്ദേഹത്തിന്റെ ശിഷ്യൻ റബീ ഇബ്നു സുലൈമാൻ റഹിമഹുല്ലാഹ് പറഞ്ഞതാണ്. ഇമാം ശാഫിഈ റമദാനിൽ ഡെയിലി 2 ഖത്തും തീർക്കും. 2 ഖത്തും, 2 ജുസു അല്ല, 2 ഖത്തും. അതെങ്ങനെ സാധിക്കുന്നത്? ഒരു മുത്ഖിനായ, നല്ല അറിവുള്ള, ഖുർആൻ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന, നല്ല ഇച്ഛാനുള്ള ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വേഗത്തിൽ ഓതിയാലും അതിന്റെ ആശയങ്ങൾ അയാളുടെ മനസ്സിൽ ചിന്തിച്ചോതാൻ സാധിക്കും. അങ്ങനെ ഒരാൾ ഓതുകയാണെങ്കിൽ 8 മണിക്കൂർ തുടർച്ചയായിട്ട് ഓതിയാൽ അയാൾക്ക് ഖത്മ തീർക്കാൻ ഒരു തവണ ഖുർആൻ പൂർത്തിയാക്കാൻ 8 മണിക്കൂർ മതി എന്നാണ്. അപ്പൊ 24 മണിക്കൂർ 8 മണിക്കൂർ എടുത്താൽ എന്ത് ചെയ്യും? 2 തവണ പൂർത്തീകരിക്കാൻ സാധിക്കും. ഇമാമുൽ ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരു ദിവസം ഒരു ഖത്മ പൂർത്തിയാക്കുമായിരുന്നു. ഇതൊന്നും വെറുതെ പറയേണ്ടതല്ല. അവർക്കത് പറ്റുമായിരുന്നു. കാരണം അവർ അത്രയും ഖുർആനുമായി ബന്ധമുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്കതിലൊരു എളുപ്പമുണ്ടാകും. നോക്ക്, നമുക്കതിലേക്ക് ഒരു തൗഫീഖും തുറവിയും കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പൊ നോക്ക്, നമ്മുടെ കൂട്ടത്തിൽ തന്നെ കൂടുതൽ ഓതുന്ന ആളുകൾ ഉണ്ടാകും. അത്ര തന്നെ ഓതാൻ സാധിക്കാത്ത ആളുകളുണ്ട്. എന്തുകൊണ്ടാണത്? നമ്മൾക്കും അവർക്കൊക്കെ 24 മണിക്കൂർ തന്നെ ഉള്ളത്. അത് ഒരു പ്രത്യേക തൗഫീഖാണ്, പ്രത്യേകമായ ഒരു തൗഫീഖാണ്. ഇമാം ഖതാദ റഹിമഹുല്ലാഹ് അദ്ദേഹം 3 ദിവസം കൂടുമ്പോൾ ഒരു ഖത്മ തീർക്കും. അതാ ഇബ്നു അബി റബാഹ് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹവും 3 ദിവസം കൂടുമ്പോൾ ഒരു ഖത്മ.
അതേപോലെ തന്നെ സലഫുകളിൽ നിന്ന് ധാരാളം വന്നത് കാണാം. സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹ് 2 ദിവസം കൂടുമ്പോൾ ഒരു ഖത്മ തീർക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയ കാര്യമാണെന്ത്? വിലക്കിയ കാര്യമാണെന്ത്? 3 ദിവസത്തിൽ കുറവായിക്കൊണ്ട് ഖുർആൻ പൂർത്തിയായി ഓതാൻ പാടില്ല, ഇടണം. അപ്പോ അതും എങ്ങനെ പണ്ഡിതന്മാർ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്? ഇബ്നു റജബ് അൽ-ഹംബലി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസത്തിൽ താഴെ ഖുർആൻ പൂർത്തിയായി ഓതാൻ അതിൽ കുറഞ്ഞ ദിവസം എടുക്കരുത് എന്ന് പറഞ്ഞ ആ വിരോധം പതിവായി ചെയ്യുന്ന കാര്യത്തിലാണ്. എന്നാൽ ഇത്തരം ശ്രേഷ്ഠതയുള്ള ദിവസങ്ങൾ, അതേപോലെ തന്നെ പവിത്രമാക്കപ്പെട്ട സ്ഥലങ്ങൾ, മക്ക പോലെയുള്ള സ്ഥലങ്ങളിൽ പോയി ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുകയാണ്, അയാൾക്ക് കൂടുതലായിട്ട് ചെയ്യാം. റമദാൻ പോലെയുള്ള പരിശുദ്ധമാക്കപ്പെട്ട ദിവസങ്ങൾ വരുമ്പോ അയാൾക്ക് ഈ പറഞ്ഞതുപോലെ 3 ദിവസത്തിൽ താഴെയും എടുത്തിട്ട് ഒറ്റ ദിവസവും 2 ദിവസം ആയിട്ട് എന്ത് ചെയ്യാം, പൂർത്തിയായി ഓതാം. എന്നാൽ സ്ഥിരമായിട്ട് മറ്റു ദിവസങ്ങളിൽ പതിവായിട്ട് ചെയ്യുന്നതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ളത്. ഇബ്നു റജബ് അൽ-ഹംബലി റഹിമഹുല്ലാഹ് പറയും. ഇത് തന്നെയാണ് ഇമാം അഹ്മദിന്റെയും അഭിപ്രായം എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാം. അപ്പോ പതിവായിട്ട് ഒരാൾ ഇങ്ങനെ 3 ദിവസത്തിൽ കൂടുതൽ 3 ദിവസത്തിൽ കുറവായിക്കൊണ്ട് ഖുർആൻ പൂർത്തിയാക്കി ഓതരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത്തരം പ്രധാനപ്പെട്ട സമയങ്ങൾ വരുമ്പോ കൂടുതലായിട്ട് ചെയ്യണം. ഈ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, നോമ്പ് അതിന്റെ വില മനസ്സിലാക്കി മഹാന്മാരായ സലഫുകൾ എന്ത് ചെയ്തിരുന്നു? അവർ അതിന്റെ സമയം പരമാവധി ഉപയോഗപ്പെടുത്തി ധാരാളം നന്മകൾ ചെയ്തിരുന്നു എന്നർത്ഥം. ധാരാളം നന്മകൾ ചെയ്തിരുന്നു. അപ്പോ മൂന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ അയാൾ നന്മയിൽ മത്സരിക്കുന്നില്ല, പക്ഷെ എന്താണ്, തിന്മ ഉപേക്ഷിക്കുന്നുണ്ട്. എന്നാൽ വിശ്വാസി നന്മയിൽ മത്സരിക്കേണ്ട മാസമാണ്. എന്തെല്ലാം സൽക്കർമ്മങ്ങൾ അതിൽ പ്രത്യേകം പറയപ്പെട്ടിട്ടുള്ള ഖുർആനിന്റെ പാരായണം, ഖുർആനിന്റെ മാസമാണ്. അതുപോലെ തന്നെ രാത്രി നിസ്കാരം. അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ 23-ന് രാത്രിയുടെ 1/3 നിസ്കരിച്ചു. റമദാൻ 23-ന്. റമദാൻ 25-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയുടെ പകുതി നിസ്കരിച്ചു. രാത്രിയുടെ പകുതി തന്നെ എത്ര മണിക്കൂർ ഉണ്ടാകും? അത്രയും സമയം നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സഹാബത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ലൗ സഖൽതനാ ലൗ സിദ്തനാ ബഖിയത ലൈലതിനാ എന്ന അർത്ഥം. രാത്രി മൊത്തം ഇനിയും കുറച്ചുകൂടി നിസ്കരിച്ചുകൂടെ? രാത്രി പകുതി നിസ്കരിച്ചിട്ട് അതിനുശേഷം സഹാബത്ത് പറയാണ്, രാത്രി ബാക്കി കൂടി നിസ്കരിച്ചുകൂടെ, ഇനിയും കുറച്ച് വർദ്ധിപ്പിച്ചുകൂടെ എന്നാണ് ആ സഹാബികൾ പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അമലുകൾ ധാരാളമായി ചെയ്യാൻ അവർ ആഗ്രഹിച്ചിരുന്നു, ചെയ്തിരുന്നു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റേ ഹദീസ് പറഞ്ഞത്, മൻ സല്ല മഅൽ ഇമാമി ഹത്താ യൻസരിഫ്. ഒരാൾ ഒരു ഇമാമിന്റെ കൂടെ പരിപൂർണമായി ആദ്യ അവസാനം നിസ്കരിച്ചാൽ കുതിബ ലഹു ബഖിയതു ലൈലതിഹി, അവന് രാത്രി മൊത്തം നിസ്കരിച്ച കൂലി ഉണ്ടാകും എന്ന് പറഞ്ഞത്. സഹാബത്ത് നോക്ക്, പകുതി വരെ നിസ്കരിച്ചപ്പോൾ ബാക്കി കൂടി നിസ്കരിച്ചുകൂടെ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി പറയാണ്, കൂലി നിങ്ങൾക്ക് ഉണ്ടാകും. ഇമാമിന്റെ കൂടെ പൂർണ്ണമായി നിസ്കരിച്ചതിന്റെ പേരിൽ രാത്രി മൊത്തം നിസ്കരിച്ച് കൂലി കിട്ടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ എന്താണ്, റമദാൻ എന്ന് പറഞ്ഞാൽ ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള മാസമാണ്. മൂന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ അവർ ധാരാളമായി സൽക്കർമ്മം ചെയ്യൂല, പക്ഷെ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കും. നാലാമത്തെ വിഭാഗം അവർ നന്മകൾ ധാരാളമായി ചെയ്യുകയില്ല, അതേപോലെ തന്നെ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുകയില്ല. ഇങ്ങനെയുള്ള ആളുകൾ നാലാമത്തെ വിഭാഗം. അവർ റമദാനായിട്ടും അവർക്ക് യാതൊരു മാറ്റവുമില്ല. അവർ നന്മകൾ ചെയ്യുന്നില്ല, തിന്മയിൽ നിന്ന് ഉപേക്ഷിക്കുന്നു. അയാൾ ശഅബാനിൽ എന്തെല്ലാം തിന്മകളും തോന്നിവാസങ്ങളും ചെയ്തിട്ടുണ്ടോ, ആ തോന്നിവാസങ്ങളും തിന്മകളും ഒക്കെ അയാൾ ശഅബാനിലും റമദാനിലും തുടരുന്നുണ്ട്. ഇങ്ങനെയുള്ള അവസ്ഥയാണ് അവർക്കുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ഈ പറഞ്ഞ 4 വിഭാഗത്തിൽ ആദ്യത്തെ വിഭാഗം അഥവാ ധാരാളം നന്മകൾ ചെയ്തുകൊണ്ട് തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മൾക്ക് സാധിക്കണം. അവരാണ് ഏറ്റവും നല്ല വിഭാഗം, അവരാണ് ഏറ്റവും നല്ല വിഭാഗം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മെല്ലാവരെയും ഫിർദൗസുൽ അലയിൽ
ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നോമ്പ് എന്ന് പറയുമ്പോൾ ഈ റമദാനിനെ ഉപയോഗപ്പെടുത്തുന്ന വിഷയത്തിൽ ആളുകൾ റമദാനിന്റെ മൊത്തത്തിൽ, അത് പണ്ഡിതന്മാർ പലരും അവരുടെ സംസാരങ്ങളിൽ പറഞ്ഞതാണ്. ഇപ്പോ പല പണ്ഡിതന്മാരും ആളുകൾ റമദാനിൽ വ്യത്യസ്ത തിരക്കാരാണ് എന്ന് പറഞ്ഞ് വ്യത്യസ്ത എണ്ണം പറഞ്ഞത് കാണാം. ചില ആളുകൾ 3 വിഭാഗം, 2 വിഭാഗം, 5 വിഭാഗം, 6 വിഭാഗം എന്നൊക്കെ പറഞ്ഞ് സാധാരണ നമ്മൾ കണ്ടുവരുന്ന നോമ്പുകാരുടെ ഒരു എണ്ണം പറയുന്നത് കാണാൻ സാധിക്കും. അതിൽ നമ്മൾ പെടേണ്ട വിഭാഗം അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. മുഖാലഫാത്തു റമദാൻ എന്ന കിതാബിൽ അബ്ദുൽ അസീസ് സദ്ഹാൻ ഹഫിളഹുല്ലാഹ് പറഞ്ഞിട്ടുള്ള 6 വിഭാഗം ആളുകൾ നിങ്ങൾ കേട്ടതായിരിക്കും ഒരു പക്ഷേ കഴിഞ്ഞ സംസാരങ്ങളിലൊക്കെ, അല്ലെങ്കിൽ റമദാനുമായി ബന്ധപ്പെട്ട സംസാരങ്ങളിൽ. ഒന്നാമത്തെ വിഭാഗം ഖിസ്മുൻ യൻതദിറു ഹാദാ അശ്ശഹർ ബിഫാരിഖി الصبر, അവർ റമദാനിനെ ക്ഷമയോടുകൂടി കാത്തിരിക്കും. വതസ്ദാദു ഫറഹതുഹു ബിവുസൂലിഹി, റമദാൻ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് സന്തോഷം വർദ്ധിക്കും. റമദാനായാൽ അവർക്ക് സന്തോഷമായിരിക്കും. ഫയുശമ്മിറു അൻ സാഇദിൽ ജിദ്, അവർ നന്നായി പരിശ്രമിക്കാൻ വേണ്ടി ഒരുങ്ങും. വയജ്തഹിദു ഫീ ശത്താ അൻവാഇൽ ഇബാദ മിൻ സൗമിൻ വസലാത്തിൻ വസദഖത്തിൻ വദിക്രിൻ വഗൈരി ദാലിക വഹാദാ ഖൈറുൽ അഖ്സാം, അവർ നോമ്പാകട്ടെ, സദഖയാകട്ടെ, ദിക്റാകട്ടെ, നിസ്കാരമാകട്ടെ, ഇങ്ങനെ വ്യത്യസ്തമായ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അവർ പരിശ്രമിക്കും. ഇവരാണ് ഏറ്റവും നല്ല വിഭാഗം ആളുകൾ. നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മൾക്ക് റമദാൻ വരുമ്പോ സന്തോഷം ഉണ്ടായിരുന്നോ? അത് കാത്തിരുന്നിരുന്നോ? അതിലേക്ക് എത്തിക്കണമേ നമ്മൾ ദുആ ചെയ്തിരുന്നോ? എത്തിയപ്പോൾ നമുക്ക് സന്തോഷം വർദ്ധിച്ചോ? ആ എത്തിയത് മുതൽ ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നേറാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മൾ സ്വന്തത്തോട് ചോദിക്കുക. എങ്കിൽ നമ്മൾ ഈ വിഭാഗത്തിലായിരിക്കും. ഇവരെ നല്ല വിഭാഗം ആളുകൾ. മറ്റൊരു വിഭാഗം ആളുകൾ ശൈഖ് പറയുന്നത് ഖിസ്മുൻ യദ്ഖുലു അലൈഹി ശഹ്റു റമദാൻ, റമദാൻ അവരിലൂടെ കടന്നു അവരിലേക്ക് പ്രവേശിക്കും. റമദാൻ അവരിലേക്ക് പ്രവേശിച്ചു. വയഖ്റുജു, ആ റമദാൻ അവരിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോകും. വഹുവ അലാ മാ കാന അലൈഹി ഖബ്ല റമദാൻ, അയാൾ റമദാനിന് മുമ്പ് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് റമദാനിലും. റമദാൻ കടന്നുപോയിട്ട് അയാൾക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഫലം യതഅസ്സർ മിൻ ശഹരി സിയാം, നോമ്പിന്റെ മാസം വന്നതുകൊണ്ട് പ്രത്യേകിച്ച് അയാളുടെ ജീവിതത്തിൽ ഒരു സ്വാധീനം ഉണ്ടാക്കിയിട്ടില്ല. വലം യസ്ദദ് റഗ്ബതൻ ഫിൽ ഖൈറാത്തി വൽ മുസാറഅതി ഇലൈഹ, നോമ്പായതുകൊണ്ട് പ്രത്യേകിച്ച് കൂടുതലൊന്നും ചെയ്യുന്നു. അയാൾ ഷഅബാനിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തിരുന്നു. ഷഅബാനിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തൊരു മിനിമം മുസ്ലിമായി ജീവിച്ചു. അതന്നെ റമദാനിലും. നോമ്പായി റമദാനായി എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കുറെയൊന്നും ചെയ്തിട്ടില്ല. ഷഅബാനിൽ അങ്ങനെ തന്നെ റമദാനിലാണ്. നോമ്പ് ഇങ്ങനെ കഴിഞ്ഞു, റമദാൻ മാസം കണ്ട് അയാളുടെ കടന്നുപോയി എന്നതുകൊണ്ട് അയാൾക്ക് പ്രത്യേകിച്ച് ഒരു ഷഅബാനിൽ അയാൾ എങ്ങനെ ജീവിച്ചു അതേപോലെ തന്നെ റമദാനിലും ജീവിച്ചത്. ഇതാണ് രണ്ടാമത്തെ ഒരു വിഭാഗം. മൂന്നാമത്തെ ഒരു വിഭാഗം ഖിസ്മുൻ ലാ യഅരിഫുല്ലാഹ ഇല്ലാ ഫി റമദാൻ, അവർക്ക് റമദാനിൽ മാത്രമേ അള്ളാഹുവിനെ മനസ്സിലായിട്ടുള്ളൂ. അവർ റമദാനിൽ മാത്രം നന്നാകും. റമദാനിന്റെ മുമ്പും അവരുടെ അവസ്ഥ മോശമാണ്, റമദാനിന് ശേഷം മോശമാണ്. അവര് റമദാനിൽ മാത്രമാണ് അള്ളാഹുവിനെ മനസ്സിലാക്കിയതെന്നാണ് പറയാൻ. റമദാനിൽ മാത്രം നിസ്കാരം, റമദാനിൽ മാത്രം ജമാഅത്ത്, റമദാനിൽ മാത്രം ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. അത് റമദാനിൽ മാത്രം. റമദാൻ കഴിഞ്ഞാൽ നേരെ തിരിച്ച് പഴയ അവസ്ഥയ്ക്ക് പോകും. അത് അയാൾക്ക് തന്നെ അറിയാം. ഇത് റമദാനിൽ മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള പരിപാടിയാണെന്ന് മൂപ്പർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ അയാള് ആ ഒരു മാസത്തെ പദ്ധതി ആയിരിക്കും. അയാളുടെ നന്മയും തിന്മ ഉപേക്ഷിക്കുന്ന കാര്യമൊക്കെ ഒരു മാസം. അവരെ കുറിച്ചാണ് ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറഞ്ഞത്, ബിഅസൽ ഖൗം ലാ യഅരിഫൂന അല്ലാഹ ഇല്ലാ ഫി റമദാൻ. ഈ വിഭാഗം എത്ര മോശം വിഭാഗമാണ്. അവർക്ക് അള്ളാഹുവിനെ റമദാനിൽ മാത്രമേ തിരിഞ്ഞുള്ളൂ. അവർക്ക് റമദാനിൽ മാത്രമേ അള്ളാഹുവിനെ മനസ്സിലായിട്ടുള്ളൂ എന്ന് പറയും. റമദാൻ സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. മാസം കണ്ട അങ്ങോട്ട് പള്ളി വരും. പിന്നെ ഷവ്വാലിന്റെ മാസപ്പിറവി കണ്ടാൽ പിന്നെ അവരെ പള്ളി കാണൂല.
റമദാനിൽ മാത്രം നന്നാകുന്ന ചില ആളുകൾ, അവരാണ് മൂന്നാമത്തെ വിഭാഗം. നാലാമത്തെ വിഭാഗം ഖിസ്മുൻ യസൂമു ബത്നുഹു അനിൽ മുതഉമാത് വലാ യൽതഫിതു ഇലാ മാ സിവാ ദാലിക. നാലാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ, നോമ്പ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, വെള്ളം കുടിക്കാതിരിക്കുക. ഇതിനപ്പുറത്ത് നോമ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് വേറൊരു ചിന്തയില്ല. നോമ്പ് കറക്റ്റ് നോക്കും. അതിലയാൾ രണ്ട് കാര്യം ശ്രദ്ധിക്കുള്ളൂ. അല്ലെങ്കിൽ വെള്ളം കുടിക്കൂല, ഭക്ഷണം കഴിക്കൂല. അതിന് ചില മക്കൾ പറയാനുണ്ട്, അങ്ങനെ ആളുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവര് പ്രഭാത ഭക്ഷണം എന്താക്കും, അത്താഴ സമയത്തേക്ക് മാറ്റിയെന്നുള്ളൂ. അല്ലെങ്കിൽ 2 മണിക്ക് 3 മണിക്ക് ഉച്ചക്കത്തെ ഫുഡ് എന്താക്കി മഗ്‌രിബിന് ശേഷമാക്കി. ഇത്ര ഒരു വ്യത്യാസമുള്ള അവരുടെ ജീവിതത്തിൽ വരുത്തിയത്. വേറൊന്നുമില്ല. നാസ്ത ഫജ്റിന് മുമ്പാക്കി, ഉച്ചഭക്ഷണം മഗ്‌രിബിന് ശേഷം. അതിനപ്പുറത്ത് അവർക്ക് ഒരു വ്യത്യാസവുമില്ല. ഇങ്ങനെയുള്ള ആളുകളാണ് നാലാമത്തെ വിഭാഗം. അഞ്ചാമത്തെ വിഭാഗം ഖിസ്മുൻ ജഅല നഹാറ സിയാമി റുഖാദൻ വലൈലഹു സംറൻ വലഹ്വാ. രാവിലെ പകൽ സമയം അവൻ ഫുൾ ടൈം ഉറക്കായിരിക്കും. പകല് മൊത്തം ഉറങ്ങിത്തീർക്കുന്ന നോമ്പുകാരുണ്ട്. സുബഹിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങും, പിന്നെ ളുഹറിന് എണീക്കും, പിന്നെ അസർ വരെ ഉറങ്ങും, പിന്നെ വീണ്ടും മഗ്‌രിബിന് വരെ ഉറങ്ങും. അങ്ങനെ പൂർണ്ണമായി ഉറങ്ങുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരുപാട് സമയം ഉറങ്ങുന്ന ആളുകളുണ്ട്. പകലെന്ന് പറഞ്ഞാൽ ഉറക്കാണ്. രാത്രി മൊത്തം ഉറക്കൊഴിക്കും ചെയ്യും. രാത്രി ഉറങ്ങൂല. അല്ല, ഇബാദത്തിന് വേണ്ടിയിട്ടല്ല. രാത്രി റമദാന്റെ രാത്രി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലൊക്കെ പറഞ്ഞു അങ്ങനെ തന്നെയാണ്. രാത്രി മൊത്തം പകലാക്കും, ഉറങ്ങൂല. പിന്നെ സുബഹിസ്കരിച്ചിട്ട് ഒറ്റ ഉറക്കാണ്, ഫുൾ ഉറക്കം രാവിലെ. ഇങ്ങനത്തെ ആളുകളുണ്ട്. അവർ ആണ് മറ്റൊരു വിഭാഗം. നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. റമദാന് നോമ്പെടുത്താൽ പിന്നെ ആ നോമ്പ് തുറക്കണത് വരെ പ്രധാനപ്പെട്ട പരിപാടി എന്തായിരിക്കും? ഉറക്കായിരിക്കും. നോമ്പുകാരനായിരിക്കും ഉറങ്ങിയാൽ എന്താണ് കുറ്റം കിട്ടുന്ന കാര്യമൊന്നുമില്ല. പക്ഷെ നോമ്പിന്റെ പകൽ എന്ന് പറഞ്ഞാൽ നേരത്തെ അയ്യാമൻ മഅദൂദാത്ത്, കുറച്ച് സമയമുള്ളൂ. അത് നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക, അല്ലേ? നമുക്ക് ഇനിയൊരു റമദാൻ കിട്ടിക്കൊള്ളണം എന്നില്ല. ഈ ചിന്ത നമുക്ക് ഉണ്ടാകണം. കഴിഞ്ഞ റമദാനിൽ ജീവിച്ച നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന സഹോദരൻ, അല്ലേ? കഴിഞ്ഞ റമദാൻ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. ഈ റമദാനിൽ അദ്ദേഹം നമ്മളെ കൂടെ ഇല്ല. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു അദ്ദേഹത്തെ നമ്മയും അൽ ഫിർദൗസുൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമുക്ക് ചിന്തിച്ചു നോക്കി, നമ്മുടെ ഈ മസ്ജിദിൽ ഉണ്ടായിരുന്ന, നമ്മുടെ കൂടെ പ്രവർത്തിച്ചിരുന്ന സഹോദരൻ, അദ്ദേഹത്തിന് ഈ റമദാനിൽ ജീവിക്കാൻ സാധിച്ചിട്ടില്ല. അയാൾ പ്രതീക്ഷിച്ചിട്ടുണ്ടോ? അങ്ങനെ ഇല്ല. പക്ഷെ നമ്മൾക്ക് ഇപ്പോഴും അല്ലാഹു തആല ആയുസ് തന്നിട്ടുണ്ട്. ഈ റമദാൻ പൂർത്തിയാക്കാൻ സാധിക്കും നമുക്കറിയില്ല. അടുത്ത റമദാനിൽ നമ്മൾ ഉണ്ടാകുന്ന യാതൊരു ഉറപ്പുമില്ല. നമ്മൾക്ക് അല്ലാഹു തആല ഒരു റമദാനിൽ കൂടി ജീവിക്കാനുള്ള തൗഫീഖിൽ തന്നിരിക്കുന്നു. ഇത് വലിയ നിഅമത്താണ്, നിഅമത്തുൻ കുബ്ര, വലിയ നിഅമത്താണ്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. എത്രയോ ആളുകൾ ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയതാണ്. റമദാനിന്റെ തൊട്ട് മണിക്കൂറുകൾക്ക് മുമ്പ് മരണപ്പെട്ട ആളുകളുണ്ട്. തൊട്ടു തലേ ദിവസം എത്രയോ ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. അതിലൊന്നും അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾക്ക് ഒരു റമദാനിൽ 4 ആണെങ്കിൽ 4 നോമ്പ്, അതിന്റെ തറാവി അല്ലെങ്കിൽ ആ മഗ്‌രിബോട് അടുത്ത സമയം വരെ നമുക്ക് ജീവിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ എന്താണ് ചെയ്തത്? അല്ലാഹുവിലേക്ക് അടുത്തോ? നമ്മൾ ചെയ്ത തിന്മകൾ അല്ലാഹുവിലേക്ക് മടങ്ങി, അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് ഈ സമയത്ത് മരിച്ചാൽ നമുക്ക് സ്വർഗ്ഗം കിട്ടും. നമുക്ക് പരിശോധിക്കണം. വലില്ലാഹി വതഖാഉ മിനന്നാർ വദാലിക ഫി കുല്ലി ലൈല. എല്ലാ രാത്രിയിലും, കഴിഞ്ഞ 4 രാത്രികളിൽ റമദാനിന്റെ 4 രാത്രികൾ, ആ 4 രാത്രികളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് ആളുകളെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഈ മസ്ജിദിൽ ഇരിക്കുന്ന ഞാനും നിങ്ങളും പെട്ടിട്ടുണ്ടാകുമോ? പെട്ടു കഴിഞ്ഞാൽ അത് മതി. അള്ളാഹു നമ്മളെ നരകത്തിൽ നിന്നുള്ള ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് നമുക്ക് വേണ്ടത്? അത് മാത്രം പോരെ. പക്ഷേ നമ്മുടെ നോമ്പ് കൊണ്ട്,
നമ്മുടെ ഇബാദത്ത് കൊണ്ട് നമുക്ക് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ടാകുമോ? നമ്മൾ പരിശോധിക്കുക. അപ്പോ റമദാൻ എന്ന് പറഞ്ഞാൽ ഉറങ്ങിയും അനാവശ്യമായ കാര്യങ്ങൾ ചെയ്ത്, ഹറാമല്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങളും ചെയ്ത് നഷ്ടപ്പെടുത്തേണ്ട ഒന്നല്ല, ഉറങ്ങി തീർക്കേണ്ട ഒന്നല്ല, കളിച്ചു തീർക്കേണ്ട ഒന്നല്ല. റമദാനിന്റെ ഓരോ സമയവും വിലപ്പെട്ടതാണ്. മറ്റു മാസങ്ങളെ പോലെയല്ല. നമ്മൾ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അത് ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. ഒരു സമയം പോലും നമുക്ക് നാളെ പരലോകത്ത് നേട്ടമില്ലാത്ത കാര്യം ചെയ്ത് നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാക്കുക. ഒക്കെ ദീനിയായ കാര്യങ്ങൾ. ഇപ്പൊ ഈ സദസ്സിൽ ഇരിക്കുമ്പോൾ നമുക്കതിന് പുണ്യമുണ്ട്. ഇതുപോലെ നല്ല ഇബാദത്തുകൾ എന്താണെങ്കിലും, ഇപ്പൊ നമ്മളൊരു ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ എന്താണ്, ആ ഫോണിൽ നമ്മളൊരു നല്ല കാര്യം ഒരാൾക്ക് അയച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു സംസാരം, ഒരു ദർസ് അയച്ചു കൊടുക്കാൻ, അത് ഷെയർ ചെയ്യാൻ, അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കണം അത് ഉപയോഗിക്കണം. അത് നമ്മൾ കുറക്കണം. അതെടുക്കുന്നത് തന്നെ നന്മക്ക് വേണ്ടിയിട്ടായിരിക്കണം. മറ്റുള്ളതൊക്കെ നമ്മൾ മാറ്റിവെക്കുക. ഈ ദിവസങ്ങളിൽ അനുവദനീയമായ കാര്യങ്ങൾക്ക് നമ്മൾ കുറക്കണം. എല്ലാം നമ്മൾക്ക് പരലോകത്ത് പുണ്യം കിട്ടുന്ന കാര്യങ്ങളിൽ നമ്മൾ ശുഗിലാകണം. അഞ്ചാമത്തെ വിഭാഗം റമദാനിന്റെ പകലിനെ ഉറങ്ങി തീർക്കുന്ന, രാത്രി ഉറക്കമൊഴിച്ച് ഫായിദയില്ലാതെ രാത്രി ഉറക്കമൊഴിക്കുന്ന ആളുകൾ. ആറാമത്തെ വിഭാഗം അവർക്ക് റമദാൻ എന്നോ റമദാൻ അല്ലാത്ത മാസം എന്നോ ഒരു വ്യത്യാസമൊന്നുമില്ല. അവർ അള്ളാഹുവിനെ റമദാനിലും അല്ലാത്ത സമയത്തൊന്നും മനസ്സിലാക്കാത്ത ആളുകളാണ്. അവരാണ് ഏറ്റവും വൃത്തികെട്ട, ഏറ്റവും മോശം വിഭാഗം ആളുകൾ. റമദാനിലും തോന്നിവാസികളാണ്, റമദാനിലും തിന്മ ചെയ്യാൻ യാതൊരു മടിയില്ലാത്ത ആളുകളാണ്. അല്ലാത്ത സമയത്തും അങ്ങനെ തന്നെ, ഒരു മാറ്റവും ഇല്ലാത്ത ആളുകൾ. റമദാനിൽ തിന്മ ചെയ്യുക എന്നുള്ളത് അതീവ ഗൗരവമുള്ള വിഷയമാണ് അല്ലേ? അള്ളാഹു പവിത്രമാക്കിയ സമയങ്ങൾ, സ്ഥലങ്ങൾ, അവിടെ വെച്ച് തിന്മ ചെയ്യുക എന്നുള്ളതിന്റെ ഗൗരവം കൂടും. ശൈഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹ് പറഞ്ഞത്, അൽ മആസി ഫിൽ അയ്യാമിൽ മുഫദ്ദല വൽ അംകിനതിൽ മുഫദ്ദല, ശ്രേഷ്ഠതയുള്ള സ്ഥലങ്ങളും സമയങ്ങളിലും വെച്ച് തിന്മ ചെയ്യുക എന്നുള്ളത് തുഗല്ലദു മഅസിയതുഹാ വഇഖാബുഹാ ബിഖദ്രി ഫളീലത്തി സമാനി വൽ മകാൻ, ആ സ്ഥലത്തിന്റെയും ആ സമയത്തിന്റെയും ശ്രേഷ്ഠത കാരണത്തിൽ അതിന്റെ ആ തിന്മയുടെ ഗൗരവം വർദ്ധിക്കും, അതിന്റെ ശിക്ഷയിൽ വർധനവുണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ റമദാനിലും ഒരാൾക്ക് തെറ്റ് ചെയ്യാൻ മടിയില്ലെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? അയാൾക്ക് ഈമാനിന്റെ വലിയ കുറവാണ് അത് അറിയിക്കുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞതിൽ 6 വിഭാഗങ്ങൾ, ശേഖന പറഞ്ഞതിൽ പലരും പല വിഭാഗങ്ങളും അതിന്റെ ഉള്ളിലും ഒക്കെ പെടാൻ സാധ്യതയുണ്ട്. പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ എടുത്തു പറഞ്ഞതാണ് എന്ന് പറഞ്ഞത് കാണാം. അതിൽ ഒന്നാമത്തെ വിഭാഗത്തിൽ പെടാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു തആല അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ധാരാളം ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഈ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചോദിച്ചില്ല, മതാ തജിദു തഅമർ റാഹ, റാഹത്തിന്റെ, ആസ്വാദനത്തിന്റെ, യഥാർത്ഥ സുഖത്തിന്റെ മധുരം, രുചി എപ്പോഴാണ് താങ്കൾക്ക് അനുഭവിക്കാൻ സാധിക്കുക? മതാ യജിദുൽ അബ്ദു തഅമർ റാഹ, ഒരു അടിമയ്ക്ക് എപ്പോഴാണ് യഥാർത്ഥ സുഖം, യഥാർത്ഥ ആസ്വാദനത്തിന്റെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം കൊടുത്ത മറുപടി, ഇൻദ അവ്വലി ഖദമിൻ അദഉഹാ ഫിൽ ജന്നah, ഇൻദ അവ്വലി ഖദമിൻ യദഉഹാ ഫിൽ ജന്നah, ഒരടിമ എപ്പോഴാണോ അവന്റെ കാല് സ്വർഗത്തിലേക്ക് ആദ്യമായി എടുത്തു വെക്കുന്നത്, അപ്പോഴാണ് അവൻ യഥാർത്ഥത്തിലുള്ള സുഖം അനുഭവിക്കുക. അതിനു മുമ്പ് അനുഭവിക്കുന്ന സുഖങ്ങളെല്ലാം നൈമിഷികമാണ്, താൽക്കാലികമാണ്. യഥാർത്ഥ സുഖം എവിടെയുള്ളത്? സ്വർഗത്തിലാണ്. ഇത് നമ്മൾ ശരിക്കും എപ്പോഴും മനസ്സിൽ കുറിച്ചു വെക്കേണ്ട ഒരു വാക്കാണ്. ശരിക്കുമുള്ള സുഖം, ശരിക്കുമുള്ള ആശ്വാസം, സമാധാനം അതെവിടെ കിട്ടുള്ളൂ? സ്വർഗത്തിലാണ്. അവിടേക്ക് പ്രവേശിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള റാഹത്ത് ലഭിക്കുക. അതിനു മുമ്പ് ലഭിക്കുന്നതിലെല്ലാം കുറവുകളുണ്ട്. യഥാർത്ഥ സുഖം അതല്ല. അവിടേക്ക് എത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ലൈസ ലിൽ ആബിദീന മുസ്തറാഹു ഇല്ലാ തഹ്ത ശജറതി തൂബ. തൂബ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ മരമാണ്. ആ സ്വർഗത്തിലെ മരമായ തൂബ എന്ന മരത്തിന്റെ ചുവട്ടിലല്ലാതെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് വിശ്രമമില്ല എന്ന് പറഞ്ഞത്.
നമ്മൾക്ക് വിശ്രമിക്കാനുള്ള ഇടം ഇവിടെ അല്ല, ഇവിടെ അധ്വാനിക്കാനുള്ള ഇടമാണ്. ഇവിടെ പരമാവധി അമൽ ചെയ്യാം. ഇന്നോ നാളെ മറ്റന്നാളെ നമ്മൾ മരിച്ചു പോകും. അതിനു മുമ്പ് അള്ളാഹുവിലേക്ക് എങ്ങനെയൊക്കെ അടുക്കാൻ സാധിക്കുമോ അത് വെച്ച് നമ്മൾ അടുക്കുക, അള്ളാഹുവിലേക്ക് അടുക്കുക. ഓരോ നന്മ ചെയ്യുമ്പോൾ നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. അള്ളാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമ്മെ എല്ലാവരെയും അൽ ഫിർദൗസുൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.